ശ്രീകാന്ത് നാഗോത്തി സംവിധാനം ചെയ്ത് സ്വാതി റെഡ്ഡി, നവീൻ ചന്ദ്ര, ശ്രേയ നാവിലെ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളെത്തിയ മന്ത് ഓഫ് മധു എന്ന തെലുങ്ക് സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മധുവിന്റെ മാസം, മധുമാസം അല്ലെ. മധു ഇതിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളുടെ പേരാണ്. മധുസൂദൻ എന്ന നായകനും അതുപോലെ മധുമതി എന്ന മറ്റൊരു നായികയും. ആൺ മധുവിന്റെ ഭാര്യ ലേഖ ഡിവോഴ്സിന് വേണ്ടി ഫയൽ ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു 19 വയസ്സുകാരിയാണ് മധുമതി എന്ന രണ്ടാമത്തെ മധു. ഇവർ 3 പേരുമാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഇത് ശരിക്കും തെലുങ്ക് ഭാഷയിലുള്ള ഒരു മലയാളം സ്റ്റൈലിലുള്ള പടമാണെന്ന് പറയാം. ഉള്ളത് പറയാലോ, ആദ്യം ഭയങ്കര പാടാണ് ഈ പടം കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അത്രയ്ക്ക് സ്ലോ ആണ്. സ്ലോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒച്ചിഴയുന്നത് പോലെയാണ് പടം പറയുന്നത്. കഥയിലേക്ക് അങ്ങോട്ട് നമുക്ക് ചെല്ലാനായിട്ട് നല്ല പാടാ. എന്ന് മാത്രമല്ല, നമുക്ക് ഭാഷ അറിയില്ലല്ലോ. സോ സബ് ടൈറ്റിലും കൂടെ നോക്കി അതുപോലെ ഇമോഷൻസ് ഇങ്ങനെ ഫീൽ ചെയ്ത് അതൊരു ടയറിംഗ് പ്രോസസ്സായിരുന്നു. പക്ഷേ സാവധാനം പടത്തിന്റെ ഒരു 50, 60, 70% ഒക്കെ കഴിയുമ്പോഴാണ് നമ്മൾ കഥയിലേക്ക്, കഥാപാത്രങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. എന്താണ് ഈ സിനിമ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നതെന്ന് അപ്പം നമുക്ക് മനസ്സിലാകും. പടം അവസാനത്തോടടുക്കുമ്പോൾ നമ്മൾ ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും വല്ലാതെ നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. സോ കണക്റ്റായി വരാനായിട്ട് കുറച്ച് പാടാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കഴിഞ്ഞാൽ നിങ്ങൾ ഇമോഷണലി ഇതുമായിട്ട് താതാത്മ്യപ്പെടും. മധു എന്ന് പറഞ്ഞാൽ തേൻ എന്നല്ലാതെ മദ്യം എന്നൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ. ഇത് ആക്ച്വലി ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ കഥ കൂടിയാണ്. പുള്ളിയുടെ ആൽക്കഹോൾ അഡിക്ഷനെ കുറിച്ചും സ്നേഹം പുറത്ത് കാണിക്കാൻ കഴിയാത്തതിന്റെ ആ ഒരു സ്വഭാവത്തെ കുറിച്ചും ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത് കൂടി പറയാം. മധുമതി എന്ന രണ്ടാമത്തെ മധുവിന്റെ 1 മാസത്തെ ഇന്ത്യയിലെ അവധി അല്ലെങ്കിൽ താമസം എന്ന അർത്ഥത്തിലും പടത്തിന്റെ പേര് വേണമെങ്കിൽ എടുക്കാം. ഇനി പടത്തിന്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ പെർഫോമൻസ് ആണ് ആദ്യം തന്നെ പറയാനുള്ളത്. 3 മെയിൻ ക്യാരക്ടറുകൾ ചെയ്തിരിക്കുന്ന നവീൻ ചന്ദ്ര, ശ്രേയ നാവിലെ, സ്വാതി റെഡ്ഡി, ഇവരുടെ 3 പേരുടെയും ഗംഭീര പെർഫോമൻസ് പടത്തിലുണ്ട്. ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം വളരെ ലോൺലി ആണ്. ഇപ്പം മദ്യപാനത്തിൽ അഭയം തേടിയ മധുസൂദൻ, ആ ഒരു ക്യാരക്ടറിനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നവീൻ ചന്ദ്ര അവതരിപ്പിച്ചിട്ടുണ്ട്. സമ്പന്നയാണെങ്കിലും തന്നെ ആർക്കും വേണ്ട എന്ന വിധത്തിൽ അവഗണിക്കപ്പെട്ട് ജീവിക്കുന്ന, ആ ഒരു ഫീലോടെ ജീവിക്കുന്ന കൗമാരക്കാരിയായിട്ടുള്ള മധുമതി, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. അത് ശ്രേയ ഗംഭീരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. പടം കണ്ടു തുടങ്ങി പയ്യെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണത്. പക്ഷെ ശരിക്കും ഈ പടത്തിന്റെ ഷോ സ്റ്റീലർ എന്ന് പറയുന്നത് സ്വാതി റെഡ്ഡിയാണ്. എല്ലാം ഇങ്ങനെ സഹിച്ച് ഒടുവിൽ തന്റെ വ്യക്തിത്വത്തിന് ക്ഷതം വരുന്നത് അറിഞ്ഞ് സ്വയം തിരിച്ചറിഞ്ഞ ഒരു സ്ത്രീ. എല്ലാ കുറവുകളും അറിഞ്ഞുകൊണ്ട് ഒരാളെ സ്വയം മറന്ന് സ്നേഹിച്ചു. പക്ഷേ സ്നേഹം നശിച്ചു തുടങ്ങി, അത് തനിക്ക് തന്നെ ഒരു ട്യൂമർ ആയി മാറും എന്ന് മനസ്സിലാക്കിയപ്പോൾ സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി. അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന ഗംഭീര ക്യാരക്ടർ ആർക്കുള്ള ഒരു കഥാപാത്രമാണ്. ഇങ്ങനെ ഒരു കലപില ചിലയ്ക്കുന്ന ക്യൂട്ട്നെസ് ഓവർലോഡ് ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ ഒരു 20 അല്ലെങ്കിൽ ആ ഒരു 20 വയസ്സുകാരിൽ നിന്നിട്ട് എല്ലാം സഹിച്ച് ഒന്നും മിണ്ടാതെയാകുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് സൈലന്റ് ആയി മാറിയ മുതിർന്ന ഒരു സ്ത്രീയായിട്ട് മാറുന്ന ആ ഒരു വേഷപ്പകർച്ച ഗംഭീരമാക്കിയിട്ടുണ്ട് സ്വാതി റെഡ്ഡി. പശ്ചാത്തല സംഗീതമായിട്ട് നമ്മുടെ ഓമനത്തിങ്കൾ കിടാവോ ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വരികൾ കൊണ്ട് ചിലയിടങ്ങളിലൊക്കെ അത് അങ്ങോട്ട് ചേരാതെ വരുന്നുണ്ടെങ്കിലും നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫീൽ തരുന്നുണ്ടായിരുന്നു. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രാജാമണി സാറിന്റെ മകൻ അച്ചു രാജമണിയാണ് ഇതിന്റെ മ്യൂസിക് നിർവഹിച്ചിട്ടുള്ളത്. 2 കാലഘട്ടങ്ങളെ പെർഫെക്റ്റ് ആയിട്ട് സമന്വയിപ്പിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗും എടുത്ത് തന്നെ പറയണം. രവികാന്ത് പേരപ്പുവാണ് സിനിമയുടെ എഡിറ്റർ. അർത്ഥവത്തായ ഡയലോഗുകൾ സിനിമയുടെ ഹൈലൈറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ലേഖയുടെ വാക്കുകൾ തന്നെയാണ്. ഇപ്പം ജീവിതത്തിലെ തപ്പ് നടന്നാൽ, തപ്പ് നമ്മൾ തമിഴിൽ പറയില്ലേ, എന്ന് വെച്ചാൽ തെറ്റുകൾ എന്ന അർത്ഥത്തിൽ. ഇപ്പം ജീവിതത്തിൽ തപ്പുകൾ നടക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിന്നും തപ്പിച്ചോടണം എന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നിന്റെ തെറ്റൊന്നുമില്ല, നിനക്കറിയാവുന്ന പോലെ നീ എന്നെ സ്നേഹിച്ചു, എനിക്കറിയാവുന്ന പോലെ ഞാൻ നിന്നെയും. ആ ഒറ്റ വരി കൊണ്ട് ഈ പടത്തിന്റെ എല്ലാ അർത്ഥവും നമുക്ക് മനസ്സിലാവും. സ്റ്റിൽ ഈ സിനിമയുടെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇത് വളരെ സ്ലോ ആണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പടം പകുതി കഴിഞ്ഞപ്പോഴാണ് ആസ്വദിക്കാൻ പറ്റിയത് തന്നെ. സോ അതിൻ്റെ ക്ലൈമാക്സ് കൊണ്ടാണ് ഞാൻ പടം ഇഷ്ടപ്പെട്ടതും. ഞാനൊരു 70% സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം. സോ ഞാൻ വാച്ച് ഇറ്റ് എന്നൊരു വേർഡിക്റ്റ് ആണ് സിനിമയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പടം കാണാൻ താല്പര്യമുള്ളവർക്ക് ആമസോൺ പ്രൈമിൽ സിനിമ കാണാൻ കഴിയും. ആഹാ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലും പടമുണ്ട്. പടത്തിന്റെ ഒറിജിനൽ ലാംഗ്വേജ് തെലുങ്കാണ്. അത് മാത്രമേ തൽക്കാലം അവൈലബിൾ ആയിട്ടുള്ളൂ.